നെക്സ്റ്റ് ടോപ്പിക് ഈസ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മൊബിലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് കാശൊന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് പല സോഴ്സസിൽ നിന്ന് നമ്മൾ മൊബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സോഴ്സസ് എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അതിൽ ഏത് സോഴ്സാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ മെയിനായിട്ടും രണ്ട് സോഴ്സാണ് പറയുക, ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും. അതിൽ ഏത് സോഴ്സാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്കിവിടെ കുറച്ച് അപ്രോച്ചസുകൾ പറയുന്നുണ്ട്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് അപ്രോച്ച് ഈസ് ഹെഡ്ജിങ് അപ്രോച്ച്. ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ മെയിൻ ടു ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഫിക്സഡ് ആണ്, നമ്മൾ സ്ഥിരം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ വേരിയബിൾ ആണ്, അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ സീസൺ അനുസരിച്ചൊക്കെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഹെഡ്ജിങ് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ടൈപ്സിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചും മൊബിലൈസ് ചെയ്യണമെന്നാണ് ഹെഡ്ജിങ് അപ്രോച്ച് പറയുന്നത്. അതായത് രണ്ട് ടൈപ്സ് ഉണ്ട്, പെർമനൻറ്റും ടെമ്പററിയും ഫിക്സഡും വേരിയബിളും. രണ്ട് സോഴ്സ് ഉണ്ട്, ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും. അതിൽ ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ചിട്ടും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് ഷോർട്ട് ടേം സോഴ്സ് ഉപയോഗിച്ചിട്ടും വേണമെന്നാണ് ഏത് അപ്രോച്ച് പറയുന്നത്? ഹെഡ്ജിങ് അപ്രോച്ച് പറയുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ ഈസ് കൺസർവേറ്റീവ് അപ്രോച്ച്. ഈ അപ്രോച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള എൻറ്റയർ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി മൊബിലൈസ്ഡ് ഫ്രം ലോങ് ടേം സോഴ്സ്. നമ്മൾ ഷോർട്ട് ടേം സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ലോങ് ടേം സോഴ്സിന് പല പല ബെനിഫിറ്റുകളുമുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, കാരണം ലോങ് പീരീഡിലേക്കല്ലേ. അപ്പം നമ്മുടെ കൺസർവേറ്റീവ് അപ്രോച്ച് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും എന്തിനും മീറ്റ് ചെയ്താൽ മതി? ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് മീറ്റ് ചെയ്താൽ മതി, ഷോർട്ട് ടേം ഉപയോഗിക്കേണ്ട എന്നാണ് കൺസർവേറ്റീവ് അപ്രോച്ച് പറയുന്നത്. ദെൻ തേർഡ് അപ്രോച്ച് ഈസ് അഗ്രസീവ് അപ്രോച്ച്. നേരത്തെ സെക്കൻഡ് പഠിച്ച കൺസർവേറ്റീവ് അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായിരിക്കും? ലോങ് ടേം ഉപയോഗിക്കേണ്ട, ഷോർട്ട് ടേം ഉപയോഗിച്ചാൽ മതി എന്നാണ് അഗ്രസീവ് അപ്രോച്ച് പറയുന്നത്. ഓൾ ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി മെറ്റ് ത്രൂ ഷോർട്ട് ടേം സോഴ്സസ്. ലോങ് ടേം ഉപയോഗിക്കേണ്ട, ഷോർട്ട് ടേം അതിന് ലൈബിലിറ്റി ഒന്നും വരുത്തേണ്ട, ചെറിയ ചെറിയ ലൈബിലിറ്റി, ഷോർട്ട് ടേം ലൈബിലിറ്റി വരുത്തിയാൽ മതി എന്നാണ് അഗ്രസീവ് അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഏതാണ്ട് ഒരുപോലത്തെ അപ്രോച്ചുകളാണ്. ഹെഡ്ജിങ് അപ്രോച്ച്, അതിൽ പെർമനൻറ്റ് ലോങ് ടേമും ടെമ്പററി ഷോർട്ട് ടേമും. ദെൻ കൺസർവേറ്റീവ് അപ്രോച്ച് ഓൾ ഫ്രം ലോങ് ടേം. ദെൻ അഗ്രസീവ് അപ്രോച്ച് ഓൾ ഫ്രം ഷോർട്ട് ടേം. ഇനി ഇതിന് വ്യത്യസ്തമായിട്ടൊരു അപ്രോച്ചാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. ആ വാക്ക് കേൾക്കുമ്പോൾ, സീറോ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സീറോ എന്ന് പറയുന്നത് ഒന്നും, എന്നാൽ ശരി നമ്മുടെ കമ്പനിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ തീരെ മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ വരരുത്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് നമ്മൾ ഫണ്ട് മാറ്റി വെച്ചേ മതിയാവും. ഇവിടെ സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഷുഡ് ഓൾവേസ് സീറോ. നമ്മൾ നെറ്റ് കോൺസെപ്റ്റിൽ എന്താ പഠിച്ചത്? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിനേക്കാളും കറണ്ട് ലയബിലിറ്റിനേക്കാളും എത്രമാത്രം കൂടുതലാണ് കറണ്ട് അസറ്റ്, അതാണ് നമ്മൾ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചത്. ഇവിടെ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈക്വൽ ആയിരിക്കണം. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് എപ്പോഴും എത്ര കിട്ടണം? സീറോ കിട്ടണം എന്നാണ് പറയുന്നത്. Working capital tends to be zero. That means at all times current asset shall equal to the current liability. എല്ലാ സമയത്തും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും സെയിം ആവണമെന്നാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് പറയുന്നത്. അതായത് ഇപ്പോൾ കറണ്ട് അസറ്റ് 1 lakh ആണെങ്കിൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റിയും 1 lakh തന്നെ ആവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി 2 lakh ആണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റും 2 lakh ആവാനേ പാടുള്ളൂ എന്നാണ് ഈ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന അപ്രോച്ചസ് ടു വർക്കിംഗ് ക്യാപിറ്റൽ: ഹെഡ്ജിങ്, കൺസർവേറ്റീവ്, അഗ്രസീവ് ആൻഡ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പല അപ്രോച്ചുകളും നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് ഹെഡ്ജിങ് അപ്രോച്ച് ഫോളോ ചെയ്യാം, കൺസർവേറ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്യാം, അഗ്രസീവ് അപ്രോച്ച് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് ഫോളോ ചെയ്യാം. ഏത് അപ്രോച്ച് ഫോളോ ചെയ്താലും നമുക്ക് വരുന്ന എത്ര രൂപയാണ് കോസ്റ്റ്. ഇപ്പോൾ ലോങ് ടേം ആയാലും ഷോർട്ട് ടേം ആയാലും രണ്ടിനും എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട്. ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഇത്തിരി കുറയും, ലോങ് ടേം ആണെങ്കിൽ കോസ്റ്റ് ഇത്തിരി
കൂടും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏത് അപ്രോച്ചിലായാലും ഒന്നല്ലെങ്കിൽ ഷോർട്ട് ടൈം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹെഡ്ജിങ്ങിലാണെങ്കിൽ ലോങ് ടൈമും ഷോർട്ട് ടൈം ഉപയോഗിക്കും, കൺസർവേറ്റീവിലാണെങ്കിൽ ലോങ് ടൈം ഉപയോഗിക്കും, അഗ്രസീവിലാണെങ്കിൽ ഷോർട്ട് ടൈം ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു അത് കണ്ടുപിടിക്കാനാണ് ഞാൻ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ക്വസ്റ്റ്യനിൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടാവും. അതിന് ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട്, ഒരു ലോങ് ടൈം ഫണ്ടിൻ്റെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കിട്ടും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതുപോലെ തന്നെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ഷോർട്ട് ടേമിന് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഷോർട്ട് ടൈമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ചില ആദ്യത്തെ ഹെഡ്ജിങ് അപ്രോച്ചിൽ നമ്മൾ രണ്ടും ഉപയോഗിക്കും. ഏത്? ലോങ് ടൈമും ഉപയോഗിക്കും, ഷോർട്ട് ടൈമും ഉപയോഗിക്കും. അപ്പോൾ ലോങ് ടൈമും ഷോർട്ട് ടൈമും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? രണ്ടിൻ്റെയും കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ടും കണ്ടുപിടിക്കണം, കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ടും കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ചിലതിൽ നമ്മൾ എന്ത് മാത്രം ഉപയോഗിക്കുക? ലോങ് ടൈം ഫണ്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അത് മാത്രം കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് മാത്രം കണ്ടാൽ മതി. ചിലതിൽ നമ്മൾ ഷോർട്ട് ടൈം ഫണ്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ രണ്ടിൻ്റെയും ഇക്വേഷൻ അതിൻ്റെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ്, ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈമിൻ്റെ, ഷോർട്ട് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടിൻ്റെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റിന് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതിലെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ മന്ത്ലി സീസണൽ റിക്വയർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ 12. നമ്മൾ എത്ര ലോങ് ടൈം ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് ആണെങ്കിൽ ലോങ് ടൈം ഫണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട് കിട്ടി. നമ്മൾ എത്ര ലോങ് ടൈം ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഡിവൈഡഡ് ബൈ 12. ഇങ്ങനെ വന്ന ഒരു കൊല്ലത്തിലെ 12 മാസമാണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കുക, പിന്നെ കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് കണ്ടുപിടിക്കുക. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. നമുക്ക് 12 മാസത്തെ റിക്വയർമെൻറ്റ് തന്നിരിക്കുന്നു. ഫണ്ട് റിക്വയർമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പെർമനൻറ്റും കുറച്ച് സീസണലും. സീസൺ എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റിൻ്റെയും എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. The following is the information given about the fund required, permanent fund required and seasonal requirement. Find out the cost of working capital under hedging and conservative plan. The cost of short term fund is 3% and long term fund is 10%. അതിൽ ഷോർട്ട് ടൈം ഫണ്ടിൻ്റെ പെർസെൻറ്റേജ് 3ഉം ലോങ് ടൈം ഫണ്ടിൻ്റെ 10ഉമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതായത് ജാനുവരി മാസത്തിൽ മൊത്തം നമുക്ക് എത്രയാണ് ഫണ്ട് ആവശ്യമുള്ളത്? 12,500,000 ആണ്. അതിൽ ലോങ് ടൈമിൽ നിന്ന് നമ്മൾ 10 lakh ഉപയോഗിച്ചു. ബാക്കിയുള്ള 2,500,000 ആണ് ഷോർട്ട് ടൈമിൽ നിന്ന് ഉപയോഗിച്ചത്. ദെൻ ഫെബ്രുവരി മാസത്തിൽ 12 lakh ആണ് ആവശ്യം. അതിൽ 10 lakh ലോങ് ടൈം ഉപയോഗിച്ചു, ബാക്കിയുള്ള 2 lakhs ഷോർട്ട് ടൈം ഉപയോഗിച്ചു. അങ്ങനെ ഓരോ മാസവും കുറച്ച് കൂടുതലും പെർമനൻറ്റും കുറച്ച് ഷോർട്ട് ടൈം സോഴ്സസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുവച്ചേക്കുന്നത്. അതിൽ നമ്മൾ ഷോർട്ട് ടൈമിന് 3% ഇൻട്രസ്റ്റ് കൊടുക്കണം, ലോങ് ടൈമിന് 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇനി നമുക്കതിൻ്റെ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? ആവറേജ് ആനുവൽ ലോങ് ടൈം ഫണ്ട് ഡിവൈഡഡ് ബൈ ഇൻറ്റു ആവറേജ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ ലോങ് ടൈം ഫണ്ട് എത്രയാണെന്ന് നോക്കുക. അതായത് 10 ലക്ഷം വെച്ചിട്ട് എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,20,00,000 കിട്ടും. അതാണ്, അതായത് 10 ലക്ഷം എല്ലാ മാസവും 10 എഴുതിയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് എത്ര മാസം ഉപയോഗിച്ചു? 12 മാസം ഉപയോഗിച്ചു. അപ്പോൾ 10 lakhs into 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,20,00,000 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 lakh കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ ആവറേജ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട്. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്വസ്റ്റ്യനിൽ നോക്കുക, ലോങ് ടൈമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 10 lakhsന്റെ 10% കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 lakh കിട്ടി. അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ലോങ് ടൈം
ഫണ്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കുക. അതിനാദ്യം ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം ലോങ് ടൈം ഫണ്ട് എത്ര ഉപയോഗിച്ചു അത് മൊത്തം ആഡ് ചെയ്തിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 10 lakh കിട്ടും. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 1 lakh കിട്ടി. അതുപോലെ തന്നെ ഷോർട്ട് ടേമിന്റെ കണ്ടുപിടിക്കുക. കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ഇസ് ഈക്വൽ ടു ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ സീസണൽ റിക്വയർമെന്റ്സ് ഇല്ലേ, അതും 12 മാസത്തിന്റെ തന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ പോലെ എല്ലാ മാസം ഒരേ എമൗണ്ട് അല്ല. അപ്പോൾ ഓരോന്നും ആഡ് ചെയ്യാം, തെറ്റിക്കാണ്ട് ആഡ് ചെയ്യണം. ഓരോ മാസത്തെയും സീസണൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട് ആഡ് ചെയ്തിട്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 36,50,500 കിട്ടും. ഡിവൈഡഡ് ബൈ 12 വരും. അപ്പം നമുക്ക് എത്ര കിട്ടി? 3,04,208 ആണ് നമുക്ക് ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ടായിട്ട് വരിക. ഓക്കെ, 3,04,208. ഇനി അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇത്രയ്ക്ക് ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഷോർട്ട് ടേമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്യണം. ഷോർട്ട് ടേമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3% ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ 3,04,208 ഇൻറ്റു 3% എത്ര കിട്ടും? 9,126 കിട്ടും. അപ്പം നമുക്ക് ലോങ് ടൈം ഫണ്ടിന്റെ കോസ്റ്റും കിട്ടി, ഷോർട്ട് ടൈം ഫണ്ടിന്റെ കോസ്റ്റും കിട്ടി. ഇനി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് എന്ന് പറയുന്നത് 1 lakh പ്ലസ് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് എന്ന് പറയുന്നത് 9,126. അപ്പം നമുക്ക് എത്ര കിട്ടും? 1,09,126 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഒരു കമ്പനിയിൽ എത്ര ലോങ് ടൈം ഫണ്ട് ഉപയോഗിക്കണം എന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അതോടെ മാറ്റി വയ്ക്കുക. ഒരു കമ്പനിയിൽ എന്തോരം ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഷോർട്ട് ടൈമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതും കിട്ടും. നേരത്തെ കണ്ടുപിടിച്ചതും ഇതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. വേറൊരു കേസാണ്. ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ടോട്ടൽ ഫണ്ട് റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ എന്തോരം പെർമനൻറ്റ് ഫണ്ട്, അതായത് ലോങ് ടൈം ഫണ്ട് ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഷോർട്ട് ടൈം ഫണ്ട് നോക്കുക. സെപ്റ്റംബർ മാസം വരെ നമുക്ക് ഷോർട്ട് ടൈം ഫണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ലോങ് ടൈം ഫണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലോങ് ടൈം ഫണ്ട് ഉപയോഗിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് റിക്വയർഡ് 12 lakhs ഉള്ളൂ. പക്ഷെ അവർ എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? 15 lakhs. 12 lakhsന് ആവശ്യമുള്ളൂ. പക്ഷെ അവർ എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? 15 lakhs മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഓരോ കമ്പനിയുടെ പോളിസിയാണ്. നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ, ചില കമ്പനിക്കാർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എമൗണ്ടിനേക്കാൾ 12 ആവശ്യമുള്ളത് അവർ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം? 15 മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് അവർ സെപ്റ്റംബർ മാസം വരെ എന്താണ് ലോങ് ടൈം ഫണ്ട് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഒക്ടോബർ തൊട്ട് അവർ ലോങ് ടൈമും ഷോർട്ട് ടൈമും ഉപയോഗിച്ച് തുടങ്ങി. കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ് ഇഫ് ദ കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഈസ് 10% ആൻഡ് ഷോർട്ട് ടൈം ഈസ് 3%. നേരത്തെ പോലെ തന്നെ ലോങ് ടൈമിന്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 10%ഉം ഷോർട്ട് ടൈമിന്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 3% ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നേരത്തെ പോലെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതിലെ ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ലോങ് ടൈം ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റിക്വയർമെന്റ് എത്രയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാ കൊല്ലവും എല്ലാ മാസവും 15 ലക്ഷം വെച്ചിട്ട് 12 മാസം. അപ്പോൾ 15 lakhs ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടും? 15 lakhs തന്നെ കിട്ടും. അതിൻ്റെ മുകളിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ 15 lakhs ഇൻറ്റു 10%, 1,50,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ടായിട്ട് കിട്ടുക. ഓക്കെ, മൊത്തം 15 ലക്ഷം വെച്ചിട്ട് 12 മാസം ആവശ്യമുണ്ട്. 15 ലക്ഷം ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12, 50 lakhs കിട്ടി. അതിൻ്റെ മുകളിൽ 10% ഇൻട്രസ്റ്റും കിട്ടി. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ടാണ്. കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ടിൽ എന്താണ്? ഇതുപോലെ തന്നെ ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് ഇൻറ്റു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മൊത്തം കോസ്റ്റുകൾ നോക്കുക. അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണം, നമ്മൾ എന്നോട്ട് തുടങ്ങിയിട്ടുള്ളൂ? ഒക്ടോബർ മാസം തൊട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തോളം മൊത്തം എത്ര ഉപയോഗിച്ചിട്ടുള്ളൂ? 7 lakhs ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും മതി.
ഡിവൈഡഡ് ബൈ 3 അല്ല ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴാണ് മൊത്തം ഒരു കൊല്ലത്തിൽ നമ്മൾ എത്ര മാസം ഉപയോഗിച്ചു എന്നൊന്നും നോക്കണ്ട, നമ്മൾ 12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അതായത് ആദ്യത്തെ 9 മാസം ഞാൻ ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, 3 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഡിവൈഡ് ബൈ 3 എഴുതാനായിട്ട് പാടില്ല. ഈ 7 lakhsനെ 12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 58,333 ആണ് എന്തായിട്ട് കിട്ടിയത്? ആവറേജ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് ആയിട്ട് കിട്ടിയത്. ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുക, ഇൻറ്റു 3%. എത്ര കിട്ടും? 1750 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, 58,333 ഇൻറ്റു 3%, 1750. അപ്പോൾ ലോങ് ടേമിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ചു, ഷോർട്ട് ടേമിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് രണ്ടും ആഡ് ചെയ്യാം. 1,50,000 ലോങ് ടേം ഫണ്ടും കോസ്റ്റും 1,750 ഷോർട്ട് ടൈം കോസ്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,51,750 ആണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഷോർട്ട് ടേം ലോങ് ടേം മൊത്തം ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക, അതിൻ്റെ മുകളിലെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഷോർട്ട് ടൈം മൊത്തം ആഡ് ചെയ്യുക, ബൈ 2. എത്ര മാസം ഉപയോഗിച്ചെന്ന് നോക്കണ്ട, ബൈ 12 എത്ര മാസം ഉപയോഗിച്ചു നോക്കണ്ട, 12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. രണ്ട് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഓക്കെ, താങ്ക് യു.